Okay, let's start. The next feature of planning is a form of decision making. Then what is the meaning of decision making? Or then the process of yes, it is a process making of choices. Making choices by identifying. You are saying the meaning of decision making by reading the textbook? No. No. That's it. പറഞ്ഞോളൂ. ഡിസിഷൻ മേക്കിംഗ് എപ്പോഴാണ് ഒരു ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ഒരു മാനേജർ എപ്പോഴാണ് ഈ പ്രോസസ് ഓഫ് ഡിസിഷൻ മേക്കിംഗ് എറൈസസ് എടുക്കേണ്ടി വരും, ഡിസിഷൻ എടുക്കേണ്ടി വരുന്നത് എപ്പോഴാ? ഓക്കെ, അപ്പൊ ഡിസിഷൻ മേക്കിംഗ് എന്ന് പറഞ്ഞാല് നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. ഡിസിഷൻ മേക്കിംഗ് എന്ന് പറഞ്ഞാല് ഇഫ് എ മാനേജ്മെന്റ്, ഇഫ് എ കമ്പനി faces certain problem, അല്ലെ? In order to recover that problem, the management has to take certain plans. Management has to make certain plans. അപ്പൊ നിങ്ങൾ ആലോചിക്കുക, ഇപ്പൊ ഒരു കമ്പനിക്ക് ഒരു പ്രോബ്ലം, ഇപ്പൊ സെയിൽസ് കുറവ് അല്ലെങ്കിൽ എന്താ പറയാ കസ്റ്റമേഴ്സ് സാറ്റിസ്ഫൈഡ് അല്ല, അങ്ങനെ എന്തെങ്കിലും കമ്പനിയുടെ മാർക്കറ്റ് കുറയുന്ന ഒരു പ്രോബ്ലം വരുന്നു. അപ്പൊ ആ സമയത്ത് മാനേജർ ഒരു ഡിസിഷൻ എടുക്കണം, അല്ലെ? അപ്പൊ ആ മാനേജർ ഐഡന്റിഫൈ ചെയ്തു വാട്ട് ഇസ് ദി പ്രോബ്ലം എന്താന്നുള്ളത്, ആ സെയിൽസ് കുറയാനുള്ള റീസൺ മാനേജർ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പൊ മാനേജർ ആ പർട്ടിക്കുലർ പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്താല് in order to remove that problem, manager has to take some action. അതായത് മാനേജർ പ്രോബ്ലം കണ്ടുപിടിച്ചാല് ആ പ്രോബ്ലം നമുക്കിനി സോൾവ് ചെയ്യണം. ആ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് മാനേജർ ചില പ്രോസസ്സ്, ചില ആക്ടിവിറ്റീസ് എടുക്കേണ്ടി വരും. അപ്പൊ വേറൊരു എക്സാമ്പിൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇപ്പൊ ബിസിനസിന്റെ മെയിൻ ഒബ്ജക്റ്റീവ് നിങ്ങൾക്ക് അറിയാം, പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ആണെന്ന് അറിയാം. അപ്പൊ പ്രോഫിറ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് കമ്പനിക്ക് കുറെ വേസ് ഉണ്ട്, അല്ലെ? ഒന്നുകിൽ പ്രോഡക്റ്റിന്റെ കോസ്റ്റ് കുറക്കാൻ വേണ്ടി പറ്റിയാല്, അല്ലെ സെല്ലിംഗ് പ്രൈസ് കുറച്ചാല്, സെല്ലിംഗ് പ്രൈസ് എന്നല്ല പ്രോഡക്റ്റിന്റെ കോസ്റ്റ് കുറച്ചുകൊണ്ട് നമുക്ക് പ്രോഫിറ്റ് കൂട്ടാൻ വേണ്ടി പറ്റും. സെല്ലിംഗ് പ്രൈസ് കൂട്ടിയാൽ മതി, അല്ലെങ്കിൽ വേറൊരു എക്സ്പോർട്ട് ചെയ്യുക, അതായത് ഫോറിൻ കൺട്രിയിൽ എക്സ്പോർട്ട് ചെയ്താൽ പ്രോഫിറ്റ് കൂട്ടാൻ വേണ്ടി പറ്റും. അങ്ങനെ ഒത്തിരി വേസ് ഉണ്ട്. അപ്പൊ അവിടെ ഒരു ഓൾട്ടർനേറ്റീവ് ചോയ്സ് വന്നു, സോ മെനി ചോയ്സ് വന്നു, മെനി ചോയ്സ്, അതായത് ഒന്നിൽ കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, ഒന്നിൽ കൂടുതൽ വേസ് ഉണ്ട് ഇൻ ഓർഡർ ടു അച്ചീവ് എ കോമൺ ഒബ്ജക്റ്റീവ്. അതായത് കമ്പനിയുടെ കോമൺ ഒബ്ജക്റ്റീവ് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ആണ്. ഇൻ ഓർഡർ ടു achieve, in order to earn more profit, there are mainly 3 ways in front of company. കമ്പനിയുടെ മുന്നിൽ 3 വഴികളുണ്ട്. അതായത് കോസ്റ്റ് കുറക്കണം, അല്ലെങ്കിൽ സെല്ലിംഗ് പ്രൈസ് കൂട്ടണം, അല്ലെങ്കിൽ എക്സ്പോർട്ട് ചെയ്യണം എന്നുള്ളത്. അപ്പൊ കമ്പനിക്ക് ഇതിൻ്റെ അകത്തുനിന്ന് ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കണം, വിച്ച് ഈസ് ടു ബി സെലക്ടഡ്. ആദ്യത്തേത് സെലക്ട് ചെയ്യണോ, രണ്ടാമത്തേതാണോ, മൂന്നാമത്തേതാണോ? അപ്പൊ ആ 3 എണ്ണത്തിന്റെ എന്താ പറയാ പ്രാക്ടിക്കൽ ഇമ്പോർട്ടൻസ് ഒക്കെ നോക്കിയിട്ട് കമ്പനി അതിലൊന്ന് സെലക്ട് ചെയ്യും. അപ്പൊ അതാണ് ഡിസിഷൻ മേക്കിംഗ് എന്ന് പറഞ്ഞാല്. അപ്പൊ ഡിസിഷൻ മേക്കിങ്ങിന്റെ മീനിങ് ഇത്രയേ ഉള്ളൂ. ഡിസിഷൻ മേക്കിംഗ് മീൻസ് സെലക്ടിങ് ദി ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് ഫ്രം മെനി ഓൾട്ടർനേറ്റീവ്. If there are many alternatives in order to achieve a common objective, the company has to select one objective among the alternatives. 3 ഓൾട്ടർനേറ്റീവ് ഉണ്ടെങ്കിൽ അതിൻ്റെ അകത്തുനിന്ന് ബെസ്റ്റ് ആയിട്ടുള്ളത് സെലക്ട് ചെയ്യണം. That process is known as decision making. ആ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ് ഡിസിഷൻ മേക്കിംഗ്. സോ വി ക്യാൻ സേ ദാറ്റ് പ്ലാനിങ് ഈസ് വൺ ഓഫ് ദി ഫോം ഓഫ് ഡിസിഷൻ മേക്കിംഗ്. അപ്പൊ പ്ലാനിംഗ് എന്ന് പറഞ്ഞാലും ഡിസിഷൻ മേക്കിങ്ങും പ്ലാനിങ്ങും എല്ലാം ഏകദേശം ഒരേപോലെ തന്നെയാണ്. ഡിസിഷൻ മേക്കിങ്ങിന്റെ ഒരു ഫോം ആണെന്ത് പ്ലാനിങ്. ഡിസിഷൻ മേക്കിങ്ങിന്റെ വേറെ ഒരു വേ ആണ് പ്ലാനിങ്. അപ്പോ ഇതാണ് പ്ലാനിങ്ങിന്റെ 10th ഫീച്ചറിൽ പറയുന്നത്, പ്ലാനിങ് ആസ് എ ഫോം ഓഫ് ഡിസിഷൻ മേക്കിംഗ്. ഓക്കെ, അപ്പൊ നമ്മൾ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് പറയുന്നത്. നൗ ഓൾസോ സർട്ടൻ സ്റ്റുഡൻസ് ജോയിൻ. ഓക്കെ, അതുകൊണ്ടാണ് നിങ്ങൾക്കൊരു ഗ്യാപ്പ് വരുന്നത്, അവരെ അഡ്മിറ്റ് ചെയ്യുമ്പോഴുള്ള ബുദ്ധിമുട്ടാണ്. ഓക്കെ, അപ്പൊ ഇതാണ് പ്ലാനിങ്ങിന്റെ ഇതിൽ വരുന്നത്, ഫീച്ചേഴ്സിൽ വരുന്നത്. പ്ലാനിങ് ഈസ് എ ഫോം ഓഫ് ഡിസിഷൻ മേക്കിംഗ്. ദെൻ അടുത്ത നോക്കാലോ, 11th ഫീച്ചർ പ്ലാനിങ് പ്രിമൈസസ്. പ്ലാനിങ് പ്രിമൈസസ്. അപ്പൊ ഈ 10 ഫീച്ചേഴ്സ് ക്ലിയർ അല്ലേ? ഒത്തിരി ഫീച്ചേഴ്സ് ഉണ്ട്, ഒരു വലിയ എന്താ പറയാ വൈഡ് ടോപ്പിക് ആണ് പ്ലാനിങ്ങിന്റെ ഫീച്ചേഴ്സ്.
അതില് 10 അല്ല, there are more than 10 features. 12-13 ഫീച്ചേഴ്സ് വരുന്നുണ്ട്. അപ്പൊ ഇത്തിരി എടുത്ത ഈ 10 ഫീച്ചേഴ്സ് ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? Yes, miss. Okay. Then we can see what is the next feature, that is planning premises. Planning premises. നമ്മൾ primacy of planning പറഞ്ഞു. ചില കുട്ടിക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും പ്ലാനിങ് പ്രിമൈസസും പ്രൈമസി ഓഫ് പ്ലാനിങ്ങും. അപ്പൊ രണ്ട് ഫീച്ചർ തന്നെയാണ് കേട്ടോ. പ്രൈമസി ഓഫ് പ്ലാനിങ് മീൻസ് നമ്മൾ എന്താണ് പ്രൈമസി ഓഫ് പ്ലാനിങ് പറഞ്ഞത്? ആരെങ്കിലും ഒരാൾ പറയൂ. ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു പ്രൈമസി ഓഫ് പ്ലാനിങ്. Yes. Primacy of planning എന്ന് പറഞ്ഞാൽ starting. Yes. Primacy of planning means planning is the beginning step of management. Planning is the first step, that is primacy of planning. Then in the 11th feature we can see planning premises. Premises means planning premises ന്റെ ശരിക്കുള്ള മീനിങ് എന്ന് പറഞ്ഞാൽ premises നിങ്ങൾ ബിസിനസ്സിൽ കേട്ടിട്ടുണ്ടാവും അല്ലെ? ബിസിനസ് premises കേട്ടിട്ടില്ലേ? ബിസിനസ് premises എന്ന് പറഞ്ഞാൽ ബിസിനസ് റിലേറ്റഡ് ബിൽഡിംഗ് ആണ് വരുന്നത്. പ്ലാനിങ് premises എന്ന് പറഞ്ഞാല് പ്ലാനിങ് ഈസ് ബേസ്ഡ് ഓൺ certain assumption. അതാണ് പ്ലാനിങ് പ്രിമൈസസ്. അതായത് നമ്മൾ പറഞ്ഞു പ്ലാനിങ് നമ്മൾ ഉണ്ടാക്കുന്നത് വെറുതെ അല്ല, നമ്മൾ വെറുതെ ബ്ലാങ്ക് അതിൻ്റെ അകത്തല്ല നമ്മൾ പ്ലാൻ ഉണ്ടാക്കുന്നത് അല്ലെ? നമ്മൾ പ്ലാൻ ഉണ്ടാക്കുന്നത് പ്ലാനിങ്സ് ആർ ബേസ്ഡ് ഓൺ സർട്ടൻ ഐഡിയാസ്, പാസ്റ്റ് ഡാറ്റ യൂസ് ചെയ്യുന്നുണ്ട്, കറണ്ടിലുള്ള സിറ്റുവേഷൻസ് യൂസ് ചെയ്യുന്നുണ്ട്, നമ്മളുള്ള ഫ്യൂച്ചറിലുള്ള പ്രെഡിക്ഷൻസ് അതിൽ വരുന്നുണ്ട്. അപ്പൊ അതിൻ്റെ എല്ലാം ബേസിലാണ് മാനേജർ പ്ലാന് ഉണ്ടാക്കുന്നത്. അപ്പൊ ആ ഒരു ബേസ്, അതായത് പ്ലാനിങ് നമ്മൾ സർട്ടൻ എസംഷൻ എന്ന് പറഞ്ഞാൽ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഒരു 10 years റൺ ചെയ്ത ഒരു കമ്പനി. അപ്പൊ 10 years കമ്പനിയുടെ പ്രോഡക്റ്റിന്റെ ഗ്രാഫ് എടുത്ത് നോക്കുമ്പോൾ അത് ഇൻക്രീസിങ് ട്രെൻഡ് ആണ് കാണിക്കുന്നത്. അതായത് മാർക്കറ്റ് ഓരോ ഇയർ കഴിയുമ്പോഴും മാർക്കറ്റ് കൂടി വരുന്ന ഒരു ട്രെൻഡാണ് കാണിക്കുന്നത്. അപ്പൊ 10 വർഷത്തെ ഒരു എന്താ പറയാ 10 വർഷത്തെ ആ ഒരു ഗ്രാഫിന്റെ എസംഷന്റെ ബേസിൽ, അതായത് കൂടുന്ന കാര്യമാണല്ലോ വരുന്നത്. അപ്പൊ മാനേജർ എടുക്കുന്ന ഡിസിഷൻ, ടോപ്പ് ലെവൽ മാനേജർ അവിടെ ഒരു എസംഷൻ ഉണ്ട്, അതായത് മാർക്കറ്റ് ഇൻക്രീസ് ചെയ്യുന്നുള്ള ഒരു എസംഷൻ. അതായത് 10 വർഷം മാർക്കറ്റ് കൂടിയിട്ടുണ്ട്, ഈ വർഷവും മാർക്കറ്റിൽ ആ ഒരു ഇൻക്രീസിങ് ട്രെൻഡ് തന്നെ വരാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതായത് പാസ്റ്റ് ഡാറ്റയുടെ ബേസിലാണ് ആ ഒരു പ്രഡിക്ഷൻ എടുക്കുന്നത്. അപ്പൊ അതേപോലെ തന്നെ പ്രസന്റിലുള്ള കണ്ടീഷൻ, ഇപ്പം ബിസിനസ്സിന് വലിയ പ്രോബ്ലം ഒന്നുമില്ല, പ്രോഫിറ്റബിലിറ്റിയിൽ റൺ ചെയ്യുന്ന ബിസിനസ്. അപ്പൊ അതൊക്കെയാണ് എസംഷൻ ആയിട്ട് വരുന്നത്. അല്ലാതെ പ്ലാനിങ് വെറുതെ ഒന്നും ആലോചിക്കാതെ പ്ലാൻ ഉണ്ടാക്കുകയല്ല ചെയ്യാൻ മാനേജേഴ്സ്. പ്ലാനിങ് ഈസ് ബേസ്ഡ് ഓൺ സർട്ടൻ എസംഷൻ. ചില എസംഷന്റെ ബേസിലൊക്കെയാണ്, ചില എന്താ പറയാ എസ്റ്റിമേറ്റിന്റെ ഒക്കെ ബേസിലാണ് നമ്മൾ പ്ലാൻ ഉണ്ടാക്കുന്നത്. ആ ഒരു എസംഷനെ പറയുന്ന പേരാണ് പ്ലാനിങ് പ്രിമൈസസ്. അപ്പൊ അതില് നമ്മൾ ലിമിറ്റേഷൻ ഞാൻ നേരത്തെ പറഞ്ഞു, ഈ പ്ലാനിങ് പ്രിമൈസസ് ആർ റോങ്. നമ്മൾ ആ എസംഷൻ പ്ലാനിന് വേണ്ടി നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള എസംഷൻ തെറ്റാണെങ്കിൽ പ്ലാൻസ് ഓൾസോ റോങ്. നമ്മൾ ഉണ്ടാക്കിയ ഫ്യൂച്ചറിലേക്ക് വേണ്ടി നമ്മൾ ഉണ്ടാക്കിയിട്ട് നമ്മൾ മീൻസ് ബിസിനസ് ഡ്രോ ചെയ്തിട്ടുള്ള പ്ലാനും തെറ്റായിരിക്കും. അതാണ് പ്ലാനിങ് പ്രിമൈസസ് എന്ന് പറഞ്ഞാൽ. പ്ലാനിങ് ഈസ് ബേസ്ഡ് ഓൺ സർട്ടൻ അസംഷൻ ആൻഡ് എസ്റ്റിമേറ്റ് അബൌട്ട് ദി ഫ്യൂച്ചർ ബിഹേവിയർ ഓഫ് ഈവൻസ് ആൻഡ് സിറ്റുവേഷൻ ഇൻ ദി എൻവയോൺമെന്റ്. ദീസ് ആർ നോൺ ആസ് പ്ലാനിങ് പ്രിമൈസസ്. അപ്പൊ ആ ഒരു അസംഷൻ, ആ ഒരു എസ്റ്റിമേറ്റ്, അതിനെയാണ് എന്ത് പറയാ പ്ലാനിങ് പ്രിമൈസസ് എന്ന് പറയുന്നത്. ഇപ്പം ക്ലിയർ അല്ലേ? പ്രൈമസി ഓഫ് പ്ലാനിങ്ങും പ്ലാനിങ് പ്രിമൈസസും ഡോണ്ട് ബി കൺഫ്യൂസ്ഡ്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? പ്ലാനിങ് പ്രിമൈസസ് ഓക്കെ. ഓക്കെ, ഞാൻ പറഞ്ഞ എനിക്ക് നിങ്ങളെ മെസ്സേജ് ചെയ്ത് കാണാൻ പറ്റില്ല കേട്ടോ, അതുകൊണ്ട് ഓരോ പോയിന്റ് ഞാൻ ചോദിക്കുമ്പോൾ പ്ലീസ് റെസ്പോണ്ട് ചെയ്യുക. അപ്പൊ പ്ലാനിങ് പ്രിമൈസസ് പറഞ്ഞു. ദെൻ ഡൈനാമിസം. ഡൈനാമിസം എന്ന് പറഞ്ഞാൽ ഫ്ലെക്സിബിലിറ്റി ആണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇപ്പൊ നമ്മള് നല്ല ഓൾ ഓവർ ദി വേൾഡ് അല്ലെ, നമ്മളൊരു ക്രൈസിസിലേക്കൂടെ പോകുന്നതാണ്. അപ്പൊ അത് ബിസിനസ്സിനൊക്കെ ഒത്തിരി എഫക്ട് ചെയ്തിട്ടുണ്ട് അല്ലെ. ഇപ്പൊ നമ്മളെ ഇന്ത്യയിലുള്ള ബിസിനസ്സിനൊക്കെ കോവിഡ് സിറ്റുവേഷൻ നെഗറ്റീവായിട്ട് എത്രയാ 1-2 വർഷത്തോളം നമ്മളെ ഒരു കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ അതിന്റെ ഒരു ഇമ്പാക്റ്റിലുള്ളത്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഡൈനാമിക്സ് എന്ന് പറഞ്ഞാല് ഫ്ലെക്സിബിലിറ്റി ആണ് വരുന്നത്, അഡാപ്റ്റബിൾ ടു ചേഞ്ച്. അതായത് നമ്മൾ ചേഞ്ച് വരുത്താൻ വേണ്ടി പറ്റുന്നതായിരിക്കണം പ്ലാൻ. ഇപ്പൊ ഒരു കമ്പനി ഒരു പ്ലാൻ ഉണ്ടാക്കി, ആ കമ്പനിയുടെ ടോപ്പ് ലെവൽ മാനേജേഴ്സ് പറയുന്നു അവർ ഓൾറെഡി ഡെവലപ്പ് ചെയ്ത പ്ലാനില് അവർ എന്താണ് ദേ ഡോണ്ട് ലൈക്ക് ടു മേക്ക് ചേഞ്ചസ്. ആ ഒരു പ്ലാന് തന്നെ ഫോളോ ചെയ്യണം. അങ്ങനെയുള്ള മാനേജേഴ്സിന് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഓൾറെഡി ഒരു പ്ലാൻ സെറ്റ് ചെയ്താല് everyone has to follow the same plan.
ഓക്കെ, ദി മാനേജേഴ്സ് നീഡ് നോട്ട് ലൈക്ക് ടു മേക്ക് എനി ചേഞ്ചസ്. അങ്ങനെയുള്ള സിറ്റുവേഷൻ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു ബിസിനസ് ഒരു പ്ലാൻ ഉണ്ടാക്കി. അപ്പൊ ഈ COVID-19 ഒക്കെ വരുമ്പോൾ ആ ഒരു പ്ലാന് അതേപോലെ ഇപ്പൊ പ്ലാനിൽ വരുന്ന ഒരു കാര്യങ്ങൾ എംപ്ലോയീസ് കൃത്യസമയത്ത് അവിടെ ഓഫീസിൽ വന്നിട്ട് ഒരു പ്രൊഡക്ഷൻ 9 o'clock തന്നെ തുടങ്ങണം എന്നുള്ള ഒരു പ്ലാൻ ഉണ്ടാക്കി. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇപ്പൊ ഈ ലോക്ക്ഡൌൺ ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ എംപ്ലോയീസിന് ഡയറക്റ്റ് ആയിട്ട് ഫാക്ടറിയിൽ ചെല്ലാനൊന്നും പറ്റത്തില്ല. അപ്പൊ അവരുണ്ടാക്കിയ പ്ലാനിൽ ചില ചേഞ്ചസ് വരുത്തേണ്ടി വരും. അപ്പൊ ചേഞ്ചസ് വരുത്തിയിട്ടില്ലെങ്കിലോ? അപ്പൊ പ്ലാനിങ്ങിന്റെ കേസിൽ ഫീച്ചേഴ്സിൽ പറയുന്നത് ഡൈനാമിക്സ് എന്നാ പറയുന്നത്. ഡൈനാമിക്സ് എന്ന് പറഞ്ഞാല് ഏബിൾ ടു മേക്കിംഗ് ചേഞ്ചസ്, ഫ്ലെക്സിബിലിറ്റി ഉണ്ടാവണം. അതായത് നമ്മൾക്കറിയാം, നമ്മൾ ഫ്യൂച്ചറിനാണ് നമ്മൾ പ്ലാൻ ഉണ്ടാക്കുന്നത് അല്ലെ. ഫ്യൂച്ചർ പ്ലാനിങ്ങിന് നമ്മൾ ഓൾറെഡി പ്ലാനിങ്ങിന്റെ മീനിങ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പ്ലാനിങ് മീൻസ് ഡിസിഷൻ മേക്കിംഗ് അബൌട്ട് ഫ്യൂച്ചർ. നമ്മൾ ഫ്യൂച്ചറിനെ പറ്റിയിട്ട് ഒരു പ്ലാൻ ഉണ്ടാക്കുമ്പോൾ നോ വൺ കാൺ പ്രെഡിക്ട് ഫ്യൂച്ചർ പ്രിസൈസ്ലി. ആർക്കും ഫ്യൂച്ചറിൽ ഇപ്പൊ നമ്മൾ പ്രതീക്ഷിച്ചല്ല കൊറോണ അല്ലെ COVID-19 എന്ന് പറയുന്നതൊന്നും നമ്മൾ എക്സ്പെക്ട് ചെയ്തിട്ടേ ഇല്ല. അപ്പൊ ഫ്യൂച്ചർ എന്ന് പറയുന്നത് നമ്മൾക്ക് ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാൻ വേണ്ടി പറ്റൂല. ഫ്യൂച്ചർ മേ ബി ചേഞ്ച് അല്ലെ, എപ്പോ വേണമെങ്കിൽ എന്ത് മാറ്റം വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മളൊരു ഫിക്സഡ് പ്ലാൻ ഉണ്ടാക്കിയാൽ, അത് റിജിഡ് ആയിട്ടുള്ള പ്ലാൻ ഉണ്ടാക്കുമ്പോൾ അത് ഇംപ്ലിമെന്റ് ചെയ്താൽ അത് സക്സസ്ഫുൾ ആകണമെന്നില്ല. അപ്പൊ പ്ലാനിങ്ങിൽ എപ്പോഴും എന്ത് വേണം? ഡൈനാമിസം വേണം. ഡൈനാമിസം എന്ന് പറഞ്ഞാല് ഫ്ലെക്സിബിലിറ്റി ഉണ്ടാവണം. അതായത് ഫ്യൂച്ചറിൽ എന്തെങ്കിലും സിറ്റുവേഷൻ വന്നാല് അതിന് കണക്കായിട്ട് പ്ലാനിലും മാറ്റം വരുത്താൻ പറ്റണം. അതാണ് ഡൈനാമിക്സ് എന്ന് പറഞ്ഞാല്. തോന്നുന്നു ഇനി ഡൈനാമിസത്തിനെ പറ്റിയിട്ട് കൂടുതൽ എക്സ്പ്ലനേഷൻ ആവശ്യമില്ല. ഫ്ലെക്സിബിലിറ്റി എന്നുള്ളത് ഓർമ്മിച്ചാൽ മതി. ദെൻ ലെവൽ ഓഫ് പ്ലാനിങ്. ലെവൽ ഓഫ് പ്ലാനിങ് എന്ന് പറഞ്ഞാല് പല രീതിയിലുള്ള പ്ലാനിങ് ഉണ്ട്. അപ്പൊ നമ്മൾ അടുത്തത് ടൈപ്സ് ഓഫ് പ്ലാനിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. ലെവൽ ഓഫ് പ്ലാനിങ് എന്ന് പറഞ്ഞാല് ലോങ് റേഞ്ച് പ്ലാനിങ് ഉണ്ട്, ഷോർട്ട് റേഞ്ച് പ്ലാനിങ് ഉണ്ട്, കോർപ്പറേറ്റ് പ്ലാനിങ് ഉണ്ട്, അതേപോലെ തന്നെ ഫങ്ഷണൽ പ്ലാനിങ് ഉണ്ട്. അതായത് നമ്മൾ അടുത്തതിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. വാട്ട് ആർ ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പ്ലാനിങ് വരുന്നുണ്ട്. സ്ട്രാറ്റജിക് പ്ലാനിങ് ഉണ്ട്. നമ്മൾ സാധാരണ പ്ലാനിങ്ങിൽ കേൾക്കുന്ന ഒരു ടേം ആണ് സ്ട്രാറ്റജിക് പ്ലാനിങ്. ഓക്കെ, അപ്പൊ അതെന്താന്നൊക്കെ ആ ഒരു സമയത്തുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. അതേപോലെ ഫങ്ഷണൽ പ്ലാനിങ് ഉണ്ട്. ഫങ്ഷണൽ പ്ലാനിങ് എന്ന് പറഞ്ഞാൽ ഡിഫറെന്റ് ഫങ്ഷണൽ ഏരിയാസ് ഉണ്ട്. മാർക്കറ്റിംഗ്, HRM അല്ലെ, പർച്ചേസ്, അങ്ങനെ പറഞ്ഞ ഒത്തിരി ഫങ്ഷണൽ ഏരിയാസ് വരുന്നുണ്ട്. ആ ഒരു ഡിപ്പാർട്ട്മെന്റ് എടുക്കുന്ന പ്ലാനിങ്ങിന് പറയുന്ന പേരാണ് ഫങ്ഷണൽ. then ഷോർട്ട് റൺ ഉണ്ട്, ലോങ് റൺ ഉണ്ട്. അതൊക്കെ ആ മീനിങ്ങിന്റെ അകത്ത് അറിയാൻ വേണ്ടി പറ്റും. ഇഫ് പ്ലാൻസ് ആർ മെയ്ഡ് ഫോർ എ ലോങ് പീരീഡ്. ഓക്കെ, ഒരു 5 വർഷത്തേക്കുള്ള പ്ലാൻ ഒരുമിച്ച് മുൻകൂട്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ ദാറ്റ് ഈസ് നോൺ ആസ് ലോങ് റൺ പ്ലാൻ. ദെൻ ഷോർട്ട് റൺ പ്ലാൻ ഉണ്ട്. മന്ത്ലി പ്ലാന് അല്ലെങ്കിൽ ഇയർലി പ്ലാന് അല്ലെ, 1 ഇയറിലേക്കുള്ള പ്ലാൻ ഒക്കെ ഉണ്ടാക്കുമ്പോൾ അത് 1 ഇയറിൽ കുറവ് ആ ഒരു പീരീഡിലേക്കുള്ള പ്ലാനിനെയാണ് ഷോർട്ട് റേഞ്ച് പ്ലാൻ എന്ന് പറയാം. അപ്പൊ ലെവൽ ഓഫ് പ്ലാനിങ്, നമ്മൾ ഓൾറെഡി നമ്മൾ മീനിങ് പറയുമ്പോൾ പറഞ്ഞിട്ടുണ്ട്. പ്ലാൻസ് ആർ മെയ്ഡ് ഫോർ എ ഫ്യൂച്ചർ ഡെഫിനിറ്റ് പീരീഡ് അല്ലെ. വെറുതെ ഫ്യൂച്ചർ പ്ലാൻ ചെയ്താൽ പോരാ. while making plan we have to decide future period whether we are going to draw plan for one year or 5 year. that is important. നമ്മൾ ആ പീരീഡ് സെറ്റ് ചെയ്യണം. അപ്പൊ അതാണ് ഇവിടെ പറയുന്നത് ലെവൽ ഓഫ് പ്ലാനിങ്ങിന്റെ ആ ഒരു ലെവല്. നമ്മൾ 1 ഇയറിലാണോ, ലോങ് പീരീഡിലാണോ, അല്ലെങ്കിൽ നമ്മൾ ഫങ്ഷണൽ പ്ലാൻ ആണ് ഉണ്ടാക്കേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഡിറ്റർമിൻ ചെയ്തിട്ടുണ്ടാവണം. അതാണ് ലെവൽ ഓഫ് പ്ലാനിങ്ങിൽ വരുന്നത്. നെക്സ്റ്റ് 14th ഫീച്ചർ ടൈപ്സ് ഓഫ് പ്ലാൻ. പ്ലാനിന്റെ ടൈപ്സ് വരുന്നുണ്ട്. സിംഗിൾ യൂസ് പ്ലാൻ ഉണ്ട്. ഓക്കെ, സിംഗിൾ യൂസ് പ്ലാൻ ഉണ്ട്, സ്റ്റാൻഡിംഗ് പ്ലാൻ ഉണ്ട്. എന്തായിരിക്കും സിംഗിൾ യൂസ് പ്ലാൻ? അത് പേരിൽ തന്നെ നിങ്ങൾക്ക് പറയാൻ വേണ്ടി പറ്റും. സിംഗിൾ യൂസ് പ്ലാൻ, സിംഗിൾ യൂസ്. Try to say the meaning from the term itself. Term is single use plans. Then അടുത്തത് സ്റ്റാൻഡിംഗ് പ്ലാൻ. യൂസ് ചെയ്തിട്ടുള്ള പ്ലാനിങ്. Yes, these type of plans are developed for achieving one single purpose അല്ലെ. എന്തെങ്കിലും ഒരു ഇപ്പോ എന്താ പറയാ, അത് ആ ഒരു പർപ്പസിന് വേണ്ടി മാത്രം ഡെവലപ്പ് ചെയ്യുന്നതാ. That plan cannot be used for another purpose. ഇപ്പൊ ഒരു എന്താ പറയാ, ഇപ്പൊ ബിസിനസ്സില് ഇപ്പൊ ഒരു കുറച്ച് എംപ്ലോയീസിന് ഒരു പ്രോബ്ലം വന്നു, അല്ലെ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ വന്നു. അപ്പൊ അത് റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്ലാനോ കാര്യങ്ങളോ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക, അത് ആ ഒരു പേർപ്പസിന് മാത്രമേ ഉപയോഗിക്കാൻ വേണ്ടി പറ്റൂ. അല്ലാതെ അത് എന്താ പറയാ, റിപ്പീറ്റേറ്റീവ് ഇൻ നേച്ചർ അല്ല.
നോൺ റെക്കറിംഗ് ആയിരിക്കും. റെക്കറിംഗും ഉണ്ട് നോൺ റെക്കറിംഗും ഉണ്ട്. റെക്കറിംഗ് എന്ന് പറഞ്ഞാല് ഇപ്പൊ ഈ വർഷം ഉണ്ടാക്കിയ പ്ലാൻ നമ്മൾക്ക് അടുത്ത വർഷമോ അതിനപ്പുറവും 3rd ഇയറിലോ 4th ഇയറിലോ ഒക്കെ ആ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടെങ്കിൽ അതാണ് സ്റ്റാൻഡിങ് പ്ലാൻ. ഒരു പ്ലാൻ ഉണ്ടാക്കിയാൽ മതി. ദാറ്റ് പ്ലാൻ ക്യാൻ ബി യൂസ്ഡ് ഫോർ ഇയർ ആൻഡ് ഇയർ. നമുക്ക് കുറെ വർഷം നമ്മൾക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്നുണ്ടെങ്കിൽ അതാണ് സ്റ്റാൻഡിങ് പ്ലാൻ. ദെൻ സിംഗിൾ യൂസ് പ്ലാൻ എന്ന് പറഞ്ഞാല് അത് ഒരു എന്താ പറയാ, ഒരു പ്ലാൻ ഉണ്ടാക്കി ആ ഒരു പ്ലാന് ആ ഒരു ആവശ്യത്തിന് മാത്രമുള്ള പ്ലാന് അത് അടുത്ത ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ വേണ്ടി പറ്റൂല. അപ്പൊ സിംഗിൾ യൂസ് പ്ലാൻ നമുക്ക് വേണമെങ്കിൽ നോൺ റെക്കറിംഗ് പ്ലാൻ എന്ന് പറയാം. പിന്നെ സ്റ്റാൻഡിങ് പ്ലാൻസ് ആർ നോൺ ആസ് റെക്കറിംഗ് പ്ലാൻ. അപ്പൊ ടൈപ്സ് ഓഫ് പ്ലാൻ ഡിസൈഡ് ചെയ്യണം. ടൈപ്സ് ഓഫ് പ്ലാനില് ഇത്രയും കാര്യങ്ങൾ വരുന്നുണ്ട്. നമ്മള് ക്യാരക്ടറിസ്റ്റിക്സിൽ പറഞ്ഞതാണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് കേട്ടോ. നിങ്ങൾ നോട്ടിലോ നിങ്ങളുടെ സ്റ്റഡി മെറ്റീരിയലോ പോയിന്റ് ഓൺ വേർഡ്സിൽ എഴുതിയാൽ മതി. മീനിങ് മനസ്സിലാക്കിയിട്ട് ഓൺ വേർഡ്സിൽ എഴുതിയാൽ മതി. പ്ലാനിങ്ങിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് പറഞ്ഞത്. പ്രൈമസി ഓഫ് പ്ലാനിങ് ഉണ്ട്, അതേപോലെ തന്നെ പ്ലാനിങ് പ്രോസസ്സ്, പർവാസിനെസ് ഓഫ് പ്ലാനിങ്, ഫ്യൂച്ചർ ഓറിയന്റഡ്, then information based, rationality, formal and informal nature, intellectual process ആണ്. എല്ലാം ഏകദേശം പ്രാഗ്മാറ്റിക്. ചില വേർഡ് മീനിങ് നമ്മൾ ഫസ്റ്റ് ടൈം കേൾക്കുന്നുണ്ട്. പ്രാഗ്മാറ്റിക് എന്ന് പറഞ്ഞാല് പ്രാക്ടിക്കൽ ഓറിയന്റഡ് ആണ്, ആക്ഷൻ ഓറിയന്റഡ് ആണ്. then planning is a form of decision making. then planning premises. Planning premises means planning are based on certain assumptions and idea. These assumption or idea or estimate are known as planning premises. then dynamism means adaptability to change, flexibility. The level of planning. Level of planning means in planning, the management has to determine the time span. Time span എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് പീരീഡ് ഡിറ്റർമിൻ ചെയ്യണം. ലോങ് റേഞ്ച് ആണോ ഷോർട്ട് റേഞ്ച് ആണോ എന്നുള്ളത്. then ടൈപ്സ് ഓഫ് പ്ലാൻ ഉണ്ട്, സിംഗിൾ യൂസ് പ്ലാൻ ഉണ്ട്, സ്റ്റാൻഡിങ് പ്ലാൻ ഉണ്ട്. സിംഗിൾ യൂസ് പ്ലാൻ എന്ന് പറഞ്ഞാൽ these are developed in order to meet a specific objective. ഓക്കെ, ഒരു സ്പെസിഫിക് ഒരു ഒബ്ജക്റ്റീവിന് വേണ്ടി മാത്രം ഉള്ളത്. അത് വീണ്ടും റെക്കറിംഗ് അല്ല, നോൺ റെപ്പിറ്റേറ്റീവ് ആണ്. പക്ഷെ സ്റ്റാൻഡിങ് പ്ലാൻ അങ്ങനെയല്ല, റെപ്പിറ്റേറ്റീവ് നേച്ചർ ആണ്. അത് ഒരു കുറെ വർഷത്തേക്ക് എന്താ പറയാ ഉണ്ടാക്കുന്ന പ്ലാൻ ആണ് സ്റ്റാൻഡിങ് പ്ലാനിൽ വരുന്നത്. അപ്പൊ ഇത്രയാണ് പ്ലാനിങ്ങിന്റെ ക്യാരക്ടറിസ്റ്റിക്സിൽ വരുന്നത്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ പ്ലാനിങ്ങിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്? യെസ് മാം. ഓക്കെ. നെക്സ്റ്റ് അതേപോലെ തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്ന ഒരു ഇതാണ് ഇമ്പോർട്ടൻസ് ഓഫ് പ്ലാനിങ്. പ്ലാനിങ്ങിന്റെ ഇമ്പോർട്ടൻസ് അല്ലെ, നമ്മൾ ഇതില് നമുക്ക് നോക്കാം ഇമ്പോർട്ടൻസിൽ എന്തൊക്കെയാ വരുന്നേ എന്നുള്ളത്. പ്ലാനിങ്ങിന് മാത്രല്ല, അടുത്തത് നമ്മള് ഓർഗനൈസിങ് പറയുമ്പോഴും ഇതില് കുറെ ജനറൽ ആയിട്ടുള്ള ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് എല്ലാത്തിലും എഴുതാൻ വേണ്ടി പറ്റുന്നുണ്ട്. അതായത് ഈ മാനേജ്മെന്റ് ഫംഗ്ഷൻ ഒക്കെ എന്തിനായിരിക്കും ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാവുക? എന്തിനാണ് മാനേജ്മെന്റ് ഫംഗ്ഷൻ, പ്ലാനിങ്, ഓർഗനൈസിങ്, ഡയറക്ടിങ്, കൺട്രോളിങ് ഇങ്ങനെയുള്ള ഫംഗ്ഷൻസ് ഡെവലപ്പ് ചെയ്യുന്നത്? വാട്ട് ഇസ് ദ റീസൺ ഫോർ ഫോളോയിങ് ദീസ് ടൈപ്പ് ഓഫ് മാനേജ്മെന്റ് ഫംഗ്ഷൻ? എന്താണ് അതിനെ കൊണ്ടുള്ള കമ്പനിക്കുള്ള അഡ്വാൻറ്റേജ്? ഓരോ കാര്യങ്ങളും സിമ്പിൾ ആയിട്ട് നടക്കാൻ വേണ്ടിട്ട്. ഓക്കെ, എല്ലാം സിമ്പിൾ ആയിട്ട് നടക്കാൻ വേണ്ടി പറ്റും അല്ലെ. അത് കൂടാതെ ഫസ്റ്റ് എല്ലാ ബിസിനസിന്റെയും ബിസിനസ്സിൽ എന്ത് ഇന്നോവേറ്റീവ് ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്താലും അതിനൊക്കെ ഒരു റീസൺ എന്തായിരിക്കും? മെയിൻ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് എന്തായിരിക്കും? കോമൺ ഒബ്ജക്റ്റീവ്. പ്ലാനിങ് ആയാലും ഓർഗനൈസിങ് ആയാലും കൺട്രോളിങ് ഒക്കെ നടത്തുന്നത് എന്തിനു വേണ്ടിയിട്ടാ? പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ വേണ്ടിട്ട്. അപ്പൊ നിങ്ങൾക്ക് കോമൺ ആയിട്ട് ഇമ്പോർട്ടൻസ് അഡ്വാൻറ്റേജ് ഒക്കെ ചോദിക്കുമ്പോൾ നമ്മൾക്ക് എഴുതാൻ വേണ്ടി പറ്റും. ഇൻ ഓർഡർ ടു ഏൺ മോർ ആൻഡ് മോർ പ്രോഫിറ്റ് ചെയ്താ, അതേപോലെ തന്നെ ഇഫക്റ്റീവ് യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് എഴുതാൻ വേണ്ടി പറ്റും. അങ്ങനെ കുറച്ച് പോയിന്റ് കോമൺ ആയിട്ട് വരുന്നുണ്ട്. അത് ഞാൻ ഇത് പറയുമ്പോൾ പറഞ്ഞുതരാം. അപ്പൊ പ്ലാനിങ്ങിന്റെ ഇമ്പോർട്ടൻസിൽ ഫസ്റ്റത്തെ പോയിന്റ് പറയുന്നത് പ്ലാനിങ് പ്രൊവൈഡ്സ് ഡയറക്ഷൻ. അപ്പൊ പ്ലാനിങ് പ്രൊവൈഡ്സ് ഡയറക്ഷൻ എന്ന് പറഞ്ഞാല് നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഡയറക്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? ഡയറക്റ്റ് ചെയ്യാന്ന് പറഞ്ഞാല് ഡയറക്ഷൻ എന്ന് പറഞ്ഞാല് എല്ലാം എന്താ പറയാ, എല്ലാം കൺട്രോളിങ് പോലെ അല്ല, എല്ലാം ഒന്ന് കൺട്രോൾ ചെയ്യുക. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, കൺട്രോളിങ് എപ്പോഴാണ് എറൈസ് ചെയ്യുന്നത്? എല്ലാം കൺട്രോൾ ചെയ്യണമെങ്കിൽ അവിടെ എന്ത് വേണം? പ്ലാനിങ് ഇല്ലാണ്ട് കൺട്രോളിങ് നടക്കുക അല്ലെ ഡയറക്ഷൻ നടക്കുക? ഡയറക്റ്റിംഗ് ഒരു ബിസിനസ്സിൽ പ്ലാനിങ് ഒന്നും ഇല്ലാതെ ഒരു പ്ലാനോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ ഒരു ബിസിനസ്സില് എങ്ങനെയാണ് നമ്മൾ ആ ഡയറക്ഷൻ അല്ലെ ഡയറക്റ്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ അവിടെ ഉണ്ടാവുക? പ്ലാനിങ് ഇല്ലാണ്ട് ഡയറക്റ്റിങ്ങോ കൺട്രോളിങ്ങോ ഉണ്ടാവുമോ?
No. ഇല്ല. അതായത് പ്ലാനിങ് ഇല്ലെങ്കിൽ ബിസിനസ്സിലുള്ള നമ്മൾ ഓൾറെഡി പറയുന്നുണ്ട് പ്ലാനിങ് ഈസ് ദി ഫസ്റ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നുണ്ട്. ഓൾ അതർ ഫംഗ്ഷൻ സക്സീഡ് പ്ലാനിങ് അല്ലെ. ബാക്കി എല്ലാ ഫംഗ്ഷനും പ്ലാനിങ് കഴിഞ്ഞ് വരുന്നതാണ്. പ്ലാനിങ് കഴിഞ്ഞ് അടുത്തത് ഓർഗനൈസിങ്, അങ്ങനെ ഓരോ ഫംഗ്ഷൻ വരിക ചെയ്യുന്നത്. അപ്പൊ വിത്തൗട്ട് പ്ലാനിങ് there is no other function also. There is no relevant for other function. So planning provide direction. Okay, planning ആണ് ഡയറക്ഷൻ. മാത്രമല്ല ഡയറക്ഷൻ ആയാലും ഓർഗനൈസിങ് ആയാലും കൺട്രോളിങ് ആയാലും വിത്തൗട്ട് പ്ലാനിങ് ദീസ് ഫംഗ്ഷൻ കാൺട്ട് പെർഫോം. നിങ്ങൾ ഒരു സെന്റൻസ് ഉണ്ട്, പ്ലാനിങ് ആൻഡ് കൺട്രോളിങ് ആർ ഗോയിങ് ഹാൻഡ് ഇൻ ഹാൻഡ് എന്ന് പറഞ്ഞിട്ട്. മീൻസ് ദീസ് ആർ ദി ടു സൈഡ്സ് ഓഫ് വൺ കോയിൻ. നമ്മള് പ്ലാനിങ്ങും കൺട്രോളിങ് രണ്ടും ഒരു കോയിന്റെ രണ്ട് സൈഡ് പോലെ. അതായത് വിത്തൗട്ട് പ്ലാനിങ് കൺട്രോളിങ് ഈസ് നോട്ട് ഇഫക്റ്റീവ്. ഓക്കെ, രണ്ടും വേണം, പ്ലാനിങ്ങും വേണം കൺട്രോളിങ്ങും വേണം. അപ്പൊ പ്ലാനിങ് പ്രൊവൈഡ് ഡയറക്ഷൻ. എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യത്തില് മാനേജേഴ്സിനെയും എംപ്ലോയീസിനെയും എല്ലാം ഒരു ഡയറക്ഷൻ കൊടുക്കുന്നതാണ് പ്ലാനിങ്. നമ്മളിപ്പോ നിങ്ങൾ തന്നെ പ്ലാൻ ചെയ്ത് വെക്കുന്നു. അപ്പൊ പ്ലാനിങ്ങിന്റെ ബേസിൽ, ആ പ്ലാനിന്റെ ബേസിൽ വി ക്യാൻ പെർഫോം ഫ്യൂച്ചർ ആക്ടിവിറ്റീസ്. അപ്പൊ ഒരു ഡയറക്ഷൻ, ഇന്നത് ചെയ്യണം എന്നുള്ള ഇൻഫർമേഷൻ കൊടുക്കുന്നതാണ് പ്ലാനിങ്. അതാണ് പ്ലാനിങ്ങിന് ഇമ്പോർട്ടൻസിൽ വരുന്ന ഫസ്റ്റ് പോയിന്റ്. Then planning provide opportunity to analyze alternative course of action. നമ്മൾ ഓൾറെഡി പറയുന്നുണ്ട് പ്ലാനിങ് ഈസ് എ ഫോം ഓഫ് ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നുണ്ട് അല്ലെ. ഓൾറെഡി നമ്മൾ ഫീച്ചേഴ്സിൽ പഠിച്ചു പ്ലാനിങ് ഈസ് എ ഫോം ഓഫ് ഡിസിഷൻ മേക്കിംഗ്. Then we know decision making means among many alternatives select the best alternative. ആണല്ലോ ഡിസിഷൻ മേക്കിംഗ് എന്ന് പറഞ്ഞാല് കുറെ ഓൾട്ടർനേറ്റീവില് we have to select the most, എന്താ പറയാ, മോസ്റ്റ് സക്സസ്ഫുൾ ഓൾട്ടർനേറ്റീവ് അല്ലെ. നമ്മൾ അതിൽ ഏറ്റവും മോസ്റ്റ് ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് സെലക്ട് ചെയ്യുന്നതാണ് എന്ത് പറയാ ഡിസിഷൻ മേക്കിംഗ് എന്ന് പറഞ്ഞാല്. അപ്പൊ പ്ലാനിങ് പ്രൊവൈഡ് ഓപ്പർച്യൂണിറ്റി ടു അനലൈസ് ഓൾട്ടർനേറ്റീവ്. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഡിഗ്രി കഴിഞ്ഞിട്ട് നിങ്ങളുടെ മുന്നില് there are 3 ഓപ്പർച്യൂണിറ്റീസ്. ഞാൻ ജസ്റ്റ് പറയുന്നത് 3 ഓപ്പർച്യൂണിറ്റീസ് ഒന്നും ആയിരിക്കൂല. നിങ്ങൾക്ക് ഹയർ സ്റ്റഡീസിന് പോകാം, നിങ്ങൾക്ക് എംപ്ലോയ്മെന്റ് നേടിയിട്ട് പോകാം അല്ലെ. പിന്നെ ഇന്ത്യയിൽ തന്നെ എംപ്ലോയ്മെന്റ് നേടാം. ഞാൻ ജസ്റ്റ് പറയുന്നു ഇതിനേക്കാൾ ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളുടെ മുന്നിലുണ്ട്. എബ്രോഡിൽ പോകാം. അപ്പൊ ഇപ്പൊ 3 ഓപ്പർച്യൂണിറ്റീസ് ആണെങ്കിൽ അറ്റ് ദാറ്റ് ടൈം വി ഹാവ് ടു മേക്ക് ഡിസിഷൻ അല്ലെ. ഈ 3 ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, 3 ഒരാൾക്ക് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ അതിൻ്റെ അകത്ത് നമ്മൾ വി ഹാവ് ടു സെലക്ട് ദി മോസ്റ്റ് ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി. ഇപ്പം എബ്രോഡിൽ പോകുന്നതാണ് ബെസ്റ്റ് എന്ന് തോന്നിയാല് നമ്മൾ അത് അനലൈസ് ചെയ്യും. എബ്രോഡിൽ പോയാല് അനലൈസ് ചെയ്യാന്ന് പറഞ്ഞാല് നിങ്ങൾക്ക് സോട്ട് കേട്ടിട്ടുണ്ടോ? സോട്ട്, SWOT, സോട്ട്, SWOT. Can you say the expansion of the term SWOT? പറയാൻ പറ്റുമോ സോട്ടിന്റെ എക്സ്പാൻഷൻ ആർക്കെങ്കിലും? No, ma'am. No. Then I will say the meaning. Expansion. SWOT means S for strength. Strength. Then next term W. W means weakness. Weakness. Strength, weakness. Then O means opportunities. O for opportunities. Then T for threats. അപ്പൊ സോട്ട് എന്ന് പറയുന്ന ആ ടേം നമ്മൾക്ക് BCom സ്റ്റുഡൻസ് അല്ലെങ്കിൽ എന്താ പറയുക ഒരു മാനേജ്മെന്റ് സ്റ്റുഡന്റ്, ദാറ്റ് ഇസ് വെരി ഇമ്പോർട്ടന്റ് ടേം ഇൻ മാനേജ്മെന്റ്. സോട്ട് അനാലിസിസ്, SWOT. അപ്പൊ സോട്ട് ഏകദേശം ഓക്കെയല്ലോ. സോട്ടിന്റെ മീനിങ് ടേം മനസ്സിലായില്ല. എക്സ്പാൻഡഡ് ഫോം ഓഫ് സോട്ട്, സ്ട്രെങ്ത്, വീക്ക്നെസ്, ഓപ്പർച്യൂണിറ്റീസ്, ത്രെഡ്സ് അല്ലെ. ഓക്കെ, എക്സ്പാൻഡഡ് ഫോം ക്ലിയർ അല്ലേ? സ്ട്രെങ്ത്, വീക്ക്നെസ്, ഓപ്പർച്യൂണിറ്റീസ്, ത്രെഡ്സ്. ഓക്കെ ഓക്കെ. ഇനി നമ്മൾക്ക് നോക്കാം, നമ്മൾ ഈ പ്ലാൻ ചെയ്യുമ്പോൾ സോട്ട് അനാലിസിസ് അതിൽ മെയിൻ ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ സോട്ടിലെ സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇത്ര ഓർമ്മിച്ചാൽ മതി. നമ്മൾ ബിസിനസ് എൻവയോൺമെന്റ് ആർ മെയിൻലി ക്ലാസിഫൈഡ് ഇൻടു 2 ടൈപ്സ്. പറയാൻ പറ്റുമോ ബിസിനസ് എൻവയോൺമെന്റിന്റെ 2 ടൈപ്സ്? Business environment means these are the factors which affect the functioning of business. That is known as environment. Business environment എന്ന് പറഞ്ഞാൽ ബിസിനസിനെ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ് ബിസിനസ് എൻവയോൺമെന്റ്. ആ ഫാക്ടേഴ്സ് ചിലപ്പോൾ ബിസിനസിന് ആരാണ് പ്ലീസ് മ്യൂട്ട്
ആരോ ഒരാള് അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ തന്നെ മ്യൂട്ട് ചെയ്യൂ. ആരും അൺമ്യൂട്ട് ചെയ്യല്ലേ. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് സോർട്ട് ആയിരുന്നു പറഞ്ഞത് അല്ലെ. സോർട്ട് എന്ന് അപ്പൊ ബിസിനസ് എൻവയോൺമെന്റ് എന്നൊന്നും അറിയില്ലേ? ബിസിനസിന്റെ സറൗണ്ടിങ്സിന് പറയുന്ന പേരാണ് ബിസിനസ് എൻവയോൺമെന്റ്. ബിസിനസ്സിന് ചേഞ്ചസ് ഉണ്ടാക്കുന്ന ആ സറൗണ്ടിങ്സ് ആണ് ബിസിനസ് എൻവയോൺമെന്റ്. അപ്പൊ ബിസിനസ് എൻവയോൺമെന്റ് ഇന്റേണൽ എൻവയോൺമെന്റും ഉണ്ട്, എക്സ്റ്റേണൽ എൻവയോൺമെന്റും ഉണ്ട്. പറയാൻ പറ്റും ഇന്റേണൽ എൻവയോൺമെന്റ് എന്താന്നുള്ളത്? ഇന്റേണൽ എൻവയോൺമെന്റ് അറിയില്ല. ഞാൻ ഈ ഒരു levels of management. Levels of management is one of the factor of internal environment. Actually, internal environment meaning these are the internal factor which affect the functioning of an organization. ഞാൻ പറഞ്ഞു എൻവയോൺമെന്റ് എന്ന് പറഞ്ഞാല് ബിസിനസിന്റെ ഫംഗ്ഷനാ എഫക്ട് ചെയ്യുന്നത്. ചിലപ്പോ ബിസിനസിന് എന്താ പറയാ പോസിറ്റീവായിട്ട് എഫക്ട് ചെയ്യും, ചിലപ്പോൾ നെഗറ്റീവായിട്ട് എഫക്ട് ചെയ്യും. അങ്ങനെ ബിസിനസിന് ഉള്ളിലുള്ള ഫാക്ടേഴ്സിന് പറയുന്ന പേരാണ് ഇന്റേണൽ എൻവയോൺമെന്റ്. ദെൻ external environment means these are the factors outside the business. ബിസിനസിന് പുറത്തുള്ള ഫാക്ടേഴ്സ് ഞാൻ പറഞ്ഞുതരാം. ഈ ഒരു പോയിന്റ് പ്രൊവൈഡ് ഓപ്പർച്യൂണിറ്റി ടു അനലൈസ് ഓൾട്ടർനേറ്റീവ് കോഴ്സ് ഓഫ് ആക്ഷൻ അത് പറയുമ്പോഴാണ് പറഞ്ഞു വന്നത്. അപ്പൊ അതിലാണ് സോർട്ട് എന്ന് പറഞ്ഞ ടേം ഞാൻ യൂസ് ചെയ്തത്. നമ്മൾ ഈ മൊഡ്യൂളിൽ ലാസ്റ്റ് ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ സോർട്ടില് നമ്മൾ ആദ്യം പഠിച്ചത് സ്ട്രെങ്ത്തും വീക്ക്നെസ്സും ആണ് പറയുന്നത് അല്ലെ. സ്ട്രെങ്ത്തും വീക്ക്നെസ്സും ദെൻ ഓപ്പർച്യൂണിറ്റീസ് ത്രെഡ്സും. അപ്പൊ നിങ്ങൾ അതിൽ സ്ട്രെങ്ത് വീക്ക്നെസ് എന്ന് പറയുന്നത് എടുക്കേണ്ടത് these are the internal factors. Strength, weakness, these are the internal factors. Strength create positive impact on business. അതായത് ബിസിനസിന്റെ ഉള്ളിലുള്ള ഫാക്ടേഴ്സ് ആണ് സ്ട്രെങ്ത്തും വീക്ക്നെസ്സും. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ബിസിനസിന്റെ ഉള്ളില് അതായത് ബിസിനസിന്റെ ആ പ്രിമൈസസിന് ഉള്ളില് ബിസിനസിന് സക്സസ് അതായത് ബിസിനസിന് പോസിറ്റീവായിട്ട് ഇമ്പാക്ട് ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് ബിസിനസിന്റെ സ്ട്രെങ്ത് എന്ന് പറഞ്ഞാല്. മനസ്സിലാവുന്നുണ്ടെന്ന് കരുതുന്നു, ഇല്ലെങ്കിൽ ചോദിക്കാം. ദെൻ വീക്ക്നെസ് എന്ന് പറഞ്ഞാല് വീക്ക്നെസ് ആണ് ബിസിനസിന്റെ വീക്ക്നെസ്, അതായത് ബിസിനസിന് നെഗറ്റീവ് ക്രിയേറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഈ പറയുന്ന ബിസിനസിന്റെ വീക്ക്നെസ് എന്ന് പറഞ്ഞാല്. ഇന്റേണൽ എൻവയോൺമെന്റ് എന്ന് പറഞ്ഞ ഇന്റേണൽ എൻവയോൺമെന്റ് എന്ന് പറഞ്ഞാൽ ബിസിനസിനുള്ളിലുള്ള കാര്യങ്ങളാണ്. ബിസിനസിനുള്ളിലുള്ള കാര്യങ്ങളിൽ ഇപ്പം പറഞ്ഞതുപോലെ തന്നെ മാനേജ്മെന്റ് എഫിഷ്യൻസി, റോ മെറ്റീരിയലിന്റെ അവൈലബിലിറ്റി, മെഷീനറി, അങ്ങനെ നിങ്ങൾക്ക് ബിസിനസിന്റെ ഉള്ളിൽ എന്തൊക്കെ കാണാൻ വേണ്ടി പറ്റുമോ, പിന്നെ അതൊക്കെയാണ് വർക്കിംഗ് കണ്ടീഷൻ. അങ്ങനെ ബിസിനസിന്റെ ഉള്ളില് ബിസിനസിന് പോസിറ്റീവ് ക്രിയേറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് ബിസിനസിന്റെ സ്ട്രെങ്ത് എന്ന് പറഞ്ഞാല്. വീക്ക്നെസ് എന്ന് പറഞ്ഞാല് ബിസിനസിനെ നെഗറ്റീവായിട്ട് എഫക്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് വീക്ക്നെസ്. അപ്പൊ ഞാൻ ഇത്രേ ചോദിക്കുന്നുള്ളൂ, സ്ട്രെങ്ത്തിന്റെ ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് ഇനി പറയാൻ പറ്റുമോ? നിങ്ങൾക്ക് മീനിങ് മനസ്സിലായെങ്കിൽ ക്യാൻ യു സേ വൺ ഓഫ് ദി എക്സാമ്പിൾ ഫോർ സ്ട്രെങ്ത് ഓഫ് എ ബിസിനസ്? കുറെ കാര്യങ്ങൾ ഓരോ കുട്ടികളോട് ചോദിച്ചാൽ വേറെ വേറെ ഉത്തരം നമുക്ക് കിട്ടേണ്ടതാണ്. ഏതെങ്കിലും ഒരു സ്ട്രെങ്ത് പറയാൻ പറ്റുമോ? ബിസിനസിന് ഉള്ളിലുള്ള ഫാക്ടർ ആണ്, ബിസിനസിന് എന്താ പറയാ സക്സസ് ക്രിയേറ്റ് ചെയ്യുന്നതാണ്, പോസിറ്റിവിറ്റി ക്രിയേറ്റ് ചെയ്യുന്ന ഫാക്ടർ ആണ് സ്ട്രെങ്ത്. പറയാൻ പറ്റുമോ? Efficient management. യെസ്, വെരി ഗുഡ്. എഫിഷ്യൻസി ഓഫ് മാനേജ്മെന്റ്. ഇപ്പൊ ബിസിനസ്സിലുള്ള മാനേജ്മെന്റ് ടീം, ദർ ഈസ് എൻ എഫിഷ്യന്റ് മാനേജ്മെന്റ് ടീം. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ബിസിനസിന്റെ നല്ലൊരു സൗണ്ട് മാനേജ്മെന്റ് അതായത് എഫിഷ്യന്റ് ആയ ടീം ഓഫ് മാനേജ്മെന്റ് ഉണ്ടെങ്കിൽ ബിസിനസ്സിൽ എന്തായാലും പോസിറ്റിവിറ്റി ക്രിയേറ്റ് ചെയ്യും. അത് സ്ട്രെങ്ത്തിന്റെ ഒരു എക്സാമ്പിൾ ആണ് അല്ലെ. പിന്നെ അതേപോലെ തന്നെ സ്ട്രെങ്ത്തിന്റെ എക്സാമ്പിൾ ആണ് ഇന്നോവേറ്റ് മോഡേൺ ടെക്നോളജി. അങ്ങനെ നല്ല നല്ല കാര്യങ്ങൾ ബിസിനസ്സിനുള്ളിലുള്ള നല്ല നല്ല കാര്യങ്ങൾ എല്ലാം ഉണ്ടെങ്കിൽ അതാണ് ബിസിനസിന്റെ സ്ട്രെങ്ത് വരിക. ദെൻ എന്തായിരിക്കും ബിസിനസിന്റെ വീക്ക്നെസ്സിൽ വരുന്നത്? പറയാൻ പറ്റുമോ വീക്ക്നെസ്? വീക്ക്നെസ് Finance. വീക്ക്നെസ്സിൽ വരുന്നത് പിന്നെ എന്താ പറയാ ലെസ് റിസോഴ്സസ്, ക്യാപിറ്റൽ എല്ലാം കുറവാണെങ്കിൽ ബിസിനസിന്റെ നെഗറ്റീവായിട്ട് എഫക്ട് ചെയ്യും അല്ലെ. അത് കൂടാതെ ഇന്നെഫിഷ്യൻസി, എംപ്ലോയീസിന്റെ ഇന്നെഫിഷ്യൻസി, ബിസിനസ്സിലുള്ള എംപ്ലോയീസ് ഇന്നെഫിഷ്യന്റ് അത്ര എഫിഷ്യന്റ് അല്ലെങ്കിൽ ബിസിനസിന് അത് നെഗറ്റീവായിട്ട് എഫക്ട് ചെയ്യും. അപ്പൊ സറൗണ്ടിങ്സ് പറഞ്ഞാൽ ബിസിനസിന് എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ്. അപ്പൊ സ്ട്രെങ്ത്തും പറഞ്ഞു, വീക്ക്നെസ്സും പറഞ്ഞു. ദെൻ ഓപ്പർച്യൂണിറ്റീസും ത്രെഡ്സും. അപ്പൊ ഈ പ്ലാൻസ് ഉണ്ടാക്കുമ്പോൾ എന്താണ്, ബിഫോർ ഡ്രോയിങ് എ പ്ലാൻ മാനേജർ ഹാസ് ടു സ്റ്റഡി വിച്ച് ആർ ദി സ്ട്രെങ്ത്, വീക്ക്നെസ്, ഓപ്പർച്യൂണിറ്റീസ്, ത്രെഡ്സ് ഓഫ് ദി ബിസിനസ്. നിങ്ങൾ ആലോചിച്ച് ഇനി പറയൂ, ഓപ്പർച്യൂണിറ്റീസ് എന്താ? ഓപ്പർച്യൂണിറ്റീസ് മീൻസ് ദീസ് ആർ ദി ഫാക്ടേഴ്സ് outside the organization
which create positive attitude towards the business. ബിസിനസിന്റെ ഉള്ളിലുള്ള കാര്യങ്ങളല്ല ഔട്ട്സൈഡ്, ബിസിനസിന്റെ എൻവയോൺമെന്റിന് പുറത്തുള്ളതാണ് ബിസിനസിന് സക്സസ് ക്രിയേറ്റ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഓപ്പർച്യൂണിറ്റീസ്. എന്താ ഒരു എക്സാമ്പിള്? ബിസിനസിന്റെ പ്രൊഡക്ട്സ് മാർക്കറ്റില് ഇപ്പം ലോയൽ കസ്റ്റമേഴ്സ് എല്ലാം പറയാം അല്ലെ. ബിസിനസ് ഇപ്പൊ ലോയൽ കസ്റ്റമേഴ്സ് ബിസിനസിന് എന്ത് പ്രൈസ് കൂട്ടിയാലും അവര് ഇപ്പം ബാറ്റ ഷൂവിന്റെ എല്ലാം കേസില് ബാറ്റന്റെ കസ്റ്റമേഴ്സ് ഒന്നും ആ പ്രൈസിനെ പറ്റിയിട്ട് ബോധേഡ് അല്ല. അവരെപ്പോഴും ബാറ്റ യൂസ് ചെയ്യുന്ന ആൾക്കാർ എപ്പോഴും ബാറ്റ തന്നെയായിരിക്കും യൂസ് ചെയ്യുക. അവർ പ്രൈസ് കാര്യങ്ങളൊന്നും നോക്കുന്നില്ല. ഇപ്പൊ ഒരു ബിസിനസിനെ ഇഫ് എ ബിസിനസ് ക്യാൻ ക്രിയേറ്റ് മോർ ലോയൽ കസ്റ്റമേഴ്സ്, ദാറ്റ് ഈസ് എൻ ഓപ്പർച്യൂണിറ്റി. ഓക്കെ, ബിസിനസ് ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് അത്. ദെൻ ത്രെഡ്സ് പറയൂ. ഈ ഓപ്പർച്യൂണിറ്റീസും ത്രെഡ്സും എ ബിസിനസ് കാൺ കൺട്രോൾ. ഓക്കെ, ദീസ് ആർ ഫാക്ടേഴ്സ് ഔട്ട്സൈഡ് ദി ഓർഗനൈസേഷൻ. ബിസിനസിനുള്ളിലുള്ള കാര്യങ്ങൾ മാത്രമേ മാനേജർക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റും. എക്സ്റ്റേണൽ എൻവയോൺമെന്റിലുള്ള കാര്യങ്ങൾ മാനേജർക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല, അൺകൺട്രോളബിൾ ആണ്. സംടൈംസ് ഓപ്പർച്യൂണിറ്റീസ് ആവും, അല്ലെങ്കിൽ ത്രെഡ്സ് ആകും. ത്രെഡ്സിന് എക്സാമ്പിൾ പറയൂ. ഇപ്പൊ നമ്മൾക്ക് ത്രെഡ്സിന്റെ ബെസ്റ്റ് എക്സാമ്പിൾ പറയാൻ പറ്റും. എല്ലാ ബിസിനസ്സിനും വന്ന ത്രെഡ്സ് ബിസിനസ് വിചാരിച്ചാൽ കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല, നെഗറ്റിവിറ്റി ക്രിയേറ്റ് ചെയ്യുന്നു. എന്താണത്? എന്താണ് ബിസിനസിന്റെ ത്രെഡ്സിന്റെ ഒരു എക്സാമ്പിള്? ഇക്കണോമിക് കണ്ടീഷനിൽ വരുന്ന ചേഞ്ച്, അങ്ങനെയെല്ലാം പറയാം. പിന്നെ പൊളിറ്റിക്കൽ കണ്ടീഷനിൽ വരുന്ന ചേഞ്ച്, ഇക്കണോമിക്കൽ കണ്ടീഷനിൽ വരുന്ന ചേഞ്ച്. ഇപ്പൊ നമ്മൾ COVID-19 അല്ലെ, അതൊരു ത്രെഡ്സ് ആണ്. എല്ലാ ബിസിനസ്സിനുള്ള ഒരു ത്രെഡ്സ് ആണ്. ഒരു മാനേജർ വിചാരിച്ചാൽ അത് കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. അപ്പൊ അത് ബിസിനസ്സിന് നെഗറ്റിവിറ്റി ക്രിയേറ്റ് ചെയ്യുന്നു. അപ്പൊ അതൊരു ത്രെഡ്സ് ആണ്. അപ്പൊ പ്ലാനിങ് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മുടെ രണ്ടാമത്തെ പോയിന്റ് ആണ്, ഇമ്പോർട്ടൻസിൽ സെക്കൻഡ് പോയിന്റ് ആണ് പറഞ്ഞത്. പ്ലാനിങ് പ്രൊവൈഡ് ഓപ്പർച്യൂണിറ്റി ടു അനലൈസ് ഓൾട്ടർനേറ്റീവ് കോഴ്സ് ഓഫ് ആക്ഷൻ. അപ്പൊ നമ്മൾ ഓരോ എന്താ പറയാ ഓൾട്ടർനേറ്റീവ്സും നമ്മൾ സ്റ്റഡി ചെയ്യുന്നുണ്ട്. ഓരോ ഓൾട്ടർനേറ്റീവ്സിന്റെയും സോർട്ട് അനാലിസിസ് നടത്തുന്നു, അതിൽ ബെസ്റ്റ് ആയിട്ടുള്ളത് സെലക്ട് ചെയ്യുന്നു. അതാണ് പ്ലാനിങ്ങിന്റെ ഇമ്പോർട്ടൻസിൽ സെക്കൻഡ് പോയിന്റ് വന്നിട്ടുള്ളത്. ദെൻ പ്ലാനിങ് റെഡ്യൂസസ് അൺസർട്ടനിറ്റി. പ്ലാനിങ് തേർഡ് പോയിന്റ്. അപ്പൊ സോർട്ട് അനാലിസിസ് ഇപ്പൊ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഓക്കെ, ഞാൻ പറഞ്ഞ SWOT, SWOT analysis, is it clear about the meaning of SWOT analysis? Clear on, ma'am. Okay, then see the third importance, reduces uncertainty. Reduces uncertainty. അപ്പൊ പ്ലാനിങ് റെഡ്യൂസസ് അൺസർട്ടനിറ്റി. അപ്പൊ നമ്മൾക്കറിയാം ബിസിനസ് ഇൻവോൾവ് അൺസർട്ടനിറ്റി അല്ലെ. അൺസർട്ടനിറ്റി ആൻഡ് റിസ്ക് നമ്മൾ പഠിക്കുന്നുണ്ട്. ബിസിനസ് എന്ന് പറയുന്നത് എപ്പോഴും അൺസർട്ടനിറ്റി ആണ്, റിസ്ക് ആണ്. പ്ലാനിങ്ങിൽ നമ്മൾ വി ആർ മേക്കിംഗ് പ്ലാൻസ് അബൌട്ട് ഫ്യൂച്ചർ. ഫ്യൂച്ചർ ഈസ് അൺസർട്ടൻ, അതൊക്കെ നമുക്കറിയാം. ബട്ട് ആസ് ഇൻ ദി കേസ് ഓഫ് ഇഫ് എ കമ്പനി മേക്ക് കറക്റ്റ് പ്ലാൻ, ദാറ്റ് കമ്പനി ക്യാൻ റെഡ്യൂസസ് അൺസർട്ടനിറ്റി. അപ്പൊ എന്താന്ന് വെച്ചാല് നിങ്ങൾ ആലോചിച്ച് നോക്കുക, രണ്ട് ബിസിനസ്, ഒരു എക്സ് എന്ന് പറയുന്ന ഫേമും വൈ എന്ന് പറയുന്ന ഫേമും. എക്സ് നല്ല പ്ലാനിങ്ങോട് കൂടിയിട്ട് അല്ലെ, നല്ല പ്ലാനിങ്ങോട് കൂടി പ്ലാൻസ് ഒക്കെ ഡെവലപ്പ് ചെയ്തിട്ടാണ് എക്സ് അതിന്റെ ബിസിനസ് റൺ ചെയ്യുന്നത്. പക്ഷെ വൈക്ക് ഒരു പ്ലാനിങ്ങും ഇല്ല. വൈ പ്ലാനിങ് ഒന്നും ഇല്ലാതെ പോകുന്നത് പോലെ പോട്ടെ എന്നുള്ള രീതിയിൽ വിത്തൗട്ട് പ്ലാൻസ് ആണ് വൈ ബിസിനസ് റൺ ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ ആലോചിക്കുക, ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും. ഫ്യൂച്ചർ പ്രെഡിക്റ്റ് ചെയ്തു, അപ്പൊ പ്ലാൻസ് ഒക്കെ ഉണ്ടാക്കി, പെട്ടെന്ന് എന്തെങ്കിലും ഒരു പ്രോബ്ലം വന്നാൽ ബിസിനസിനെ നെഗറ്റീവായിട്ട് എഫക്ട് ചെയ്യൂലേ എന്നുള്ളത്. ചെയ്യും. പക്ഷെങ്കിൽ നിങ്ങൾ നോക്കേണ്ടത് പ്ലാനോട് കൂടി വർക്ക് ചെയ്യുന്ന ബിസിനസ്സും വിത്തൗട്ട് പ്ലാൻ ഇല്ലാതെ വർക്ക് ചെയ്യുന്ന ബിസിനസ്സും ഈ രണ്ടാമത് പറഞ്ഞ വൈകിന ഒരു സിറ്റുവേഷൻ, ഫ്യൂച്ചറിൽ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ വന്നിട്ടുണ്ടെങ്കിൽ അത് എഫക്ട് ചെയ്യുന്നത് അത് കുറച്ചും കൂടി ഹാർഡായിട്ട് എഫക്ട് ചെയ്യും. പക്ഷെങ്കിൽ എക്സ് എന്ന് പറയുന്ന ഫേമിന് ഒരു പ്ലാൻ ഉണ്ട്. നമ്മൾ പറഞ്ഞു പ്ലാൻ എന്ന് പറയുന്നത് എന്താ പറഞ്ഞത്, ഡൈനാമിക്സ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. സിറ്റുവേഷനെ കണക്കായിട്ട് മാറ്റാൻ വേണ്ടി പറ്റുന്നതായിരിക്കണം പ്ലാന്. അപ്പൊ ഫ്യൂച്ചറിൽ എന്തെങ്കിലും പിന്നെ അൺആന്റിസിപ്പേറ്റഡ് എന്തെങ്കിലും സിറ്റുവേഷൻ വന്നാൽ, എന്തെങ്കിലും കണ്ടിൻജൻസി വന്നാൽ, അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള എന്തെങ്കിലും സിറ്റുവേഷൻ വന്നാല് എക്സ് എന്ന് പറയുന്ന ഫേമിന് നിലവിലുള്ള പ്ലാനിൽ ചേഞ്ചസ് വരുത്തിയിട്ട് റൺ ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷെ വൈക്ക് അങ്ങനെ പറ്റണമെന്നില്ല. വൈ അവിടെ തന്നെ ചിലപ്പോൾ ബിസിനസ് സ്റ്റോപ്പ് ചെയ്യേണ്ടി വരുന്നുണ്ട്. അപ്പൊ ഈ പ്ലാനിങ് ഉണ്ടെങ്കിൽ അൺസർട്ടനിറ്റി ഉണ്ടാവില്ല എന്നല്ല പറയുന്നത്.
up to a certain element, uncertainty can be reduced. അതിന് ഇമ്പാക്ട് പ്ലാൻ ഇല്ലാതെ ബിസിനസിനെ എഫക്ട് ചെയ്യുന്നതും പ്ലാനിങ്ങോട് കൂടിയിട്ടുള്ള ബിസിനസിന് ഒരു ഫ്യൂച്ചറിലുള്ള ഒരു പ്രോബ്ലം എഫക്ട് ചെയ്യുന്നത് അതിന്റെ ഇമ്പാക്ടിന്റെ ലെവലിന് വ്യത്യാസമുണ്ട്. പ്ലാനിലുള്ള ബിസിനസിന് അത് അങ്ങനെ എഫക്ട് ചെയ്യണമെന്നില്ല. പക്ഷെ പ്ലാനിങ് ഒന്നും ഇല്ലാണ്ട് നടത്തുന്ന ബിസിനസിന് അൺസർട്ടനിറ്റീസ് നെഗറ്റീവ് ആയിട്ട് എഫക്ട് ചെയ്യും. അതാണ് റെഡ്യൂസസ് അൺസർട്ടനിറ്റി എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇമ്പോർട്ടൻസിൽ തേർഡ് പോയിന്റ് ക്ലിയർ അല്ലേ? ക്ലിയർ ആണ് മാം. Then minimizes impulsive and arbitrary decision. എന്താണ് മിനിമൈസസ് ഇമ്പൾസീവ് ആൻഡ് ആർബിട്രറി ഡിസിഷൻ എന്ന് പറഞ്ഞാല്? ഇപ്പൊ നമ്മള് നിങ്ങൾ പ്ലാനിങ്, ചില ആൾക്കാരുണ്ടാവും ലക്ക് അല്ലേ, എല്ലാം നമ്മളെ ലക്ക് പോലെ ഇരിക്കുന്നുള്ളത്. അങ്ങനെ ഒരു ബിസിനസ്സിൽ അങ്ങനെ ഒരു റൂൾ ഓഫ് തമ്പ് മെത്തേഡോ കാര്യങ്ങളോ ഒന്നും എന്താ പറയാ അത് അങ്ങനെ ഫോളോ ചെയ്യുന്നവരുണ്ടെങ്കിൽ കൂടി അതൊരു സിസ്റ്റമാറ്റിക് അല്ല. നമ്മൾ ചെയ്യുന്നത് ബിസിനസ് ആണ്. അപ്പൊ അതില് ഫ്യൂച്ചറിൽ എന്താണ്, ഫ്യൂച്ചറില് അൺആന്റിസിപ്പേറ്റഡ് ദർ ഈസ് ചാൻസസ് ഫോർ arising unanticipated contingency അല്ലെ, സിറ്റുവേഷൻ ഒക്കെ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ പ്ലാനിങ് എന്ന് പറയുന്നത് നമ്മളൊരു റൂൾ ഓഫ് തമ്പ് മെത്തേഡ്, അതായത് ആർബിട്രറി ഡിസിഷൻ എന്ന് പറഞ്ഞാല് നമ്മൾ എന്താ പറയാ അങ്ങനെ ഒരു സിസ്റ്റമാറ്റിക് അല്ലാതെ ഡിസിഷൻ, അതായത് ലക്കൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ട് പോകുന്നത് പോലെ പോട്ടെ, അങ്ങനെയുള്ള ഒരു അത് കുറക്കുന്നുണ്ട് പ്ലാനിങ്. അത് നമുക്ക് അറിയുന്നത് തന്നെയാണ് അല്ലെ, പ്ലാനിങ്ങിൽ ഒരു സിസ്റ്റമാറ്റിക് പ്രോസസ്സ് വരുന്നുണ്ട്. അപ്പൊ പ്ലാനിങ് മിനിമൈസസ് ഇമ്പൾസീവ് ആൻഡ് ആർബിട്രറി ഡിസിഷൻ. ആർബിട്രറി ഡിസിഷൻ, ഇമ്പൾസീവ് എന്താന്നുള്ളത് നമുക്ക് മനസ്സിലായി. അതായത് ഒരു വെറുതെ എന്താണ് ലക്കിന്റെ എലമെന്റ്, നമ്മളെ ഭാഗ്യപരീക്ഷണം അങ്ങനെയൊന്നും നടത്തുന്നില്ല. നമ്മൾക്ക് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പ്ലാനിങ് ഉണ്ട്. അപ്പൊ അത് മിനിമൈസ് ഇമ്പൾസീവ് ആൻഡ് ആർബിട്രറി ഡിസിഷൻ എന്ന് പറഞ്ഞാല് നമ്മൾ പെട്ടെന്ന് എടുക്കുന്ന തീരുമാനങ്ങൾ അതൊന്നും ഇല്ല ഇതില്. നമുക്ക് ഇതിലൊരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു ആക്ഷൻ ഓറിയന്റഡ് ആയിട്ടുള്ള കാര്യമുണ്ട്. അപ്പൊ പ്ലാനിങ് ഇമ്പൾസീവും ആർബിട്രറി ഡിസിഷനും റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതാണ് പറഞ്ഞത്. പിന്നെ വരുന്നത് കിങ് പിൻ ഫംഗ്ഷൻ. അടുത്തത് ഫിഫ്ത് പോയിന്റിൽ വരുന്നത് കിങ് പിൻ ഫംഗ്ഷൻ ആണ്. കിങ് പിൻ എന്ന് പറഞ്ഞാല് പ്ലാനിങ് ഈസ് ദി സെൻട്രൽ പോയിന്റ് അല്ല. കിങ് പിൻ എന്ന് പറഞ്ഞാൽ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഫംഗ്ഷൻ എന്നുള്ള മീനിങ് ആണ് കേട്ടോ. കിങ് പിൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടന്റ് ഫംഗ്ഷൻ ആണ്, സെൻട്രൽ പോയിന്റ്. എല്ലാ ഫംഗ്ഷന്റെയും സെൻട്രൽ പോയിന്റ് ആണ് പ്ലാനിങ്. ഞാൻ നേരത്തെ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, വിത്തൗട്ട് പ്ലാനിങ് വി കാൺ പെർഫോം അതർ ഫംഗ്ഷൻ. പ്ലാനിങ് ഇല്ലാതെ ഓർഗനൈസിങ്ങോ ഡയറക്റ്റിങ്ങോ കൺട്രോളിങ്ങോ ഒന്നും പോസിബിൾ അല്ല. അപ്പൊ പ്ലാനിങ് എന്ന് പറയുന്നതാണ് സെൻട്രൽ ഫംഗ്ഷൻ. ദാറ്റ് ഈസ് നോൺ ആസ് പ്ലാനിങ് ഈസ് ദി കിങ് പിൻ ഫംഗ്ഷൻ. ആ ഒരു ടേം കിങ് പിൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ആ ഒരു സെൻട്രൽ പോയിന്റ് എന്നുള്ള രീതിയിലാണ് വരുന്നത്. ദെൻ പ്ലാനിങ് ഡിറ്റർമിൻ അലോക്കേഷൻ ഓഫ് റിസോഴ്സസ് അല്ലെ. പ്ലാനിങ്ങോട് കൂടിയിട്ടാകുമ്പോൾ റിസോഴ്സസ് ക്യാൻ ബി അലോക്കേറ്റഡ് എഫിഷ്യന്റ്ലി. നമ്മളിപ്പം ഓൾറെഡി നമുക്കൊരു പ്ലാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഫണ്ട് ആയാലും നമ്മളെ മെറ്റീരിയൽ ആയാലും നമ്മളെ ടെക്നോളജി ആയാലും എല്ലാം എന്താണ് നമ്മൾക്ക് എഫിഷ്യന്റ് ആയ രീതിയിൽ അലോക്കേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, പ്ലാനിങ്ങിന്റെ കേസിൽ മാത്രമല്ല, ഓർഗനൈസിങ് ആയാലും ഡയറക്റ്റിംഗ് ആയാലും കൺട്രോളിംഗ് ആയാലും യു ക്യാൻ റൈറ്റ് ഡൗൺ ദീസ് ഫംഗ്ഷൻ. റിസോഴ്സസ് അലോക്കേഷൻ, അലോക്കേറ്റ് റിസോഴ്സസ് ഇഫക്റ്റീവ്ലി. മേ ബി ചാൻസ് ഫോർ ഇത് ഓൺലൈനിന് ലെഫ്റ്റ് ആകാനുള്ള ചാൻസ് ഉണ്ട് നേരത്തെ പോലെ. അപ്പൊ റീജോയിൻ ചെയ്യണം കേട്ടോ. Then resource allocation പറഞ്ഞു. Then same point, resource use efficiency. Scarce resources can be used efficiently. അപ്പൊ പ്ലാനിങ് ഉണ്ടെങ്കിൽ നമുക്ക് വേസ്റ്റേജ് ഒന്നും ഇല്ലാതെ എന്താണ് നമ്മൾക്ക് റിസോഴ്സസ് ഇഫക്റ്റീവ് ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. Then adaptive responses. Adaptive responses എന്ന് പറഞ്ഞാൽ എന്താ? അഡാപ്റ്റീവ് റെസ്പോൺസസ്, അതായത് നമ്മൾ അഡാപ്റ്റീവ് എന്ന് പറഞ്ഞാൽ ചേഞ്ച്, അത് എക്സ്റ്റേണൽ എൻവയോൺമെന്റിൽ ഉണ്ടാവുന്ന ചേഞ്ചസ്